ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് പുതിയൊരു പോസിറ്റീവ് ചിന്താഗതിയിലേക്ക്, നമ്മുടെ മനസ്സിനെ ഉയർത്തുവാനുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇന്ന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷകരമായിട്ടും ഐശ്വര്യപൂർണമായിട്ടും സമാധാനത്തോടും സമ്പത്തോടും കൂടി നമുക്ക് നാളെ ജീവിക്കാൻ കഴിയണേ എന്നാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും, അല്ലേ? പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? പലപ്പോഴും നമുക്ക് ഇന്നത്തെ ഈ കാൽ ദുഃഖം ചിലപ്പോൾ നമുക്ക് അടുത്ത ദിവസം സംഭവിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പൊ നമ്മൾ പറയുമോ, എനിക്കെന്നും എന്താണ് ഇങ്ങനെ കരയാൻ മാത്രം സമയമുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം സമയമുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ പരിതാപം, നമ്മുടെ പരിഭവം പറയാറുണ്ട്, അല്ലേ? പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ പരിദേവനങ്ങളിലെ പരിഭവങ്ങൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടോ, നമ്മുടെ സുഹൃത്തുക്കളോടോ, നമ്മുടെ ബന്ധുക്കളോടോ, നമ്മുടെ നാട്ടുകാരോട് ആരോടും നമ്മൾ പങ്കുവയ്ക്കാൻ പോകരുത്. നമുക്ക് പരിഭവങ്ങൾ ഇല്ലാത്ത, നമ്മൾ എപ്പോഴും സന്തോഷമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ സ്വയം പറഞ്ഞ് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അപ്പം നമ്മൾ പറയും, നമ്മുടെ ജീവിതത്തിൽ ദുഃഖം വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ പറയും, എന്താണ് അവർ കാരണമാണ്, അല്ല ഭാര്യ പറയും എന്താണ് ഭർത്താവ് കാരണമാണ്, ഭർത്താവ് പറയും എന്താണ് ഭാര്യയും മക്കളും കാരണമാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ബന്ധുക്കൾ കാരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കാരണമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ കാരണമാണ്. ഞാനും ഇങ്ങനെയൊക്കെ പല കാരണങ്ങളും പലപ്പോഴും കണ്ടെത്തി സ്വയം സമാധാനിച്ചു പോന്നിരുന്നു. പിന്നീട് നമ്മൾ ഓരോ അനുഭവങ്ങളെ വിശകലനം ചെയ്ത് ചിന്തിച്ച് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മുടെ സന്തോഷത്തിനും സന്താപത്തിനും ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഒക്കെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമേ ഉള്ളൂ. പുറമേ നിന്നുള്ള ഒരു ശക്തിക്കും ഒരാൾക്കും അതിലൊരു പങ്കുമില്ല. നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ചുറ്റുപാടും സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പം ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷത്തെ സാഹചര്യമല്ല അടുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞ അടുത്തൊരു സെക്കൻഡിലേക്ക് പോകുമ്പോഴേക്കും സാഹചര്യം മാറി വരുന്നുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്, നമ്മുടെ ചിന്തകൾ സാഹചര്യത്തിന് അടിമപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തില് ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ വന്നു ചേരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കണം? നമ്മൾ ഒരിക്കലും നമ്മുടെ സാഹചര്യത്തിന് വഴിപ്പെട്ടു പോകരുത്. നമ്മുടെ ചിന്തകൾ ഒരിക്കലും സാഹചര്യത്തിന് അടിമപ്പെട്ട് പോകരുത്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള പവർ നമ്മൾ എടുക്കണം. അത് നമ്മൾ ആർജിച്ചെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒരു നിമിഷം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്നും സാധിക്കുന്ന കാര്യമല്ല. അത് നമ്മൾ ദിവസവും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ക്രമേണ മനസ്സ് ആ രീതിയിൽ പ്രതികരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് സന്തോഷം നിറയും, ഐശ്വര്യം നിറയും, ക്ഷേമം നിറയും, നമുക്ക് മാറ്റങ്ങൾ ഉള്ളതായി നമുക്ക് തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ മനസ്സിനെ ഒരിക്കലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ സാഹചര്യത്തിന് വിധേയമാക്കി വിട്ടുകൊടുക്കരുത്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിലൊരു പ്രതിജ്ഞ ഉണ്ടാവണം, എൻ്റെ പ്രവർത്തനം ഏത് സാഹചര്യത്തിലാണെങ്കിലും ശാന്തമായിട്ടുള്ളതായിരിക്കണം എന്നുള്ളത്. ശാന്തമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയുള്ളൂ. ഈ സാഹചര്യം ഏതും ആയിക്കോട്ടെ, എത്ര കത്തിപ്പടരുന്ന സാഹചര്യമാണെങ്കിലും, ഞാൻ അഭിമുഖീകരിക്കുന്നത് എത്ര കത്തിപ്പടരുന്ന സാഹചര്യത്തെയാണെങ്കിലും എന്നിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവർത്തികളും വളരെ ശാന്തതയോടുകൂടി ആയിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാലക്രമേണ നമ്മൾ അങ്ങനെ ശാന്തമായിട്ടുള്ളൊരു പ്രവൃത്തി മാത്രമേ നമ്മളിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. നമ്മളിൽ നിന്ന് ശാന്തമായ പ്രവൃത്തിയും സത്യസന്ധമായ പ്രവൃത്തിയും ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമാധാനവും നിറയാൻ തുടങ്ങും. നമുക്ക് സ്നേഹവും സന്തോഷവും സമാധാനവും സത്യസന്ധതയും നിറഞ്ഞു കഴിയുമ്പോഴേക്കും അറിയാതെ നമ്മളിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് ഭവിക്കുക തന്നെ ചെയ്യും.
അപ്പൊ അതിനായിട്ട് നമ്മൾ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട, മനസ്സിൽ പറയേണ്ട ഒരു കാര്യം, നമ്മളോട് ആര് എത്ര ചീത്ത പറയുന്ന സാഹചര്യം ഉണ്ടായാലും, നമ്മളിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടാണെങ്കിലും നമ്മളിൽ നിന്ന് യാതൊരുവിധ തെറ്റ് സംഭവിച്ചിട്ടില്ലാതെയാണെങ്കിലും നമുക്ക് മറ്റൊരാളിൽ നിന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നായിക്കോട്ടെ, പുറത്തുനിന്നുള്ള അംഗങ്ങളിൽ നിന്നായിക്കോട്ടെ, കൂട്ടുകാരിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നായിക്കോട്ടെ, നമുക്ക് അകാരണമായ ശകാരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മൾ ആ രീതിയിൽ പ്രതികരിക്കാൻ നിൽക്കുന്നില്ല. നമ്മൾ ആ രീതിയിൽ ഒരിക്കലും പ്രതികരിക്കുന്നില്ല. നമ്മൾ വളരെ ശാന്തമായിട്ട്, സത്യസന്ധമായിട്ട്, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ അഭിപ്രായം പറഞ്ഞു തീർക്കും. അതും സാധാരണ ശബ്ദത്തിൽ, പതിഞ്ഞ ശബ്ദത്തിൽ, സന്തോഷകരമായ ശബ്ദത്തിൽ, വളരെ കുറച്ച് വാക്കുകളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത് പറഞ്ഞു തീർക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും എന്താണ്, നമ്മളിൽ നിന്ന് വളരെ പക്വതയോട് കൂടിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ആ സാഹചര്യത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പക്വതയോടുകൂടി പെരുമാറാൻ പഠിക്കുന്നു. പക്വതയോടുകൂടി പെരുമാറണമെങ്കിൽ അടിസ്ഥാനമായിട്ട് എന്ത് വേണം? നമ്മുടെ മനസ്സിലെ ചിന്തകളും സാഹചര്യത്തിന് അടിമപ്പെട്ട് പോകുന്നില്ല. നമ്മുടെ മനസ്സിലെ ചിന്തകളും സാഹചര്യത്തിന് അടിമപ്പെട്ട് പോകുന്നില്ല. ആ അടിമപ്പെട്ട് പോകാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലൊരു തീരുമാനം കൂടി എടുത്തിരിക്കണം, ഒരു ദൃഢപ്രതിജ്ഞ കൂടി എടുത്തിരിക്കണം. ഞാൻ ആരെക്കുറിച്ചും മോശമായി പറയാൻ പോകുന്നില്ല. ആരെക്കുറിച്ചും, മറ്റൊരാളെക്കുറിച്ചും മോശമായി കേൾക്കുന്നതും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. അപ്പം നമ്മളുടെ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെയോ മറ്റാളുകളുടെ അല്ലെങ്കിൽ പുറമേയുള്ള ആളുകളുടെ ഗോസിപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് രസകരമായിട്ടുള്ള സംഭാഷണങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളതിന് വലിയ താല്പര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അവർ പറഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും വിഷയം എടുത്തിട്ടിട്ട് നമുക്ക് തിരക്കുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞു മാറി പോവുക. അതുപോലെ തന്നെ നമ്മൾ ആരെക്കുറിച്ചും മോശമുണ്ടെങ്കിൽ, മറ്റാളുകളെ കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അറിയത്തില്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മൾ ആരെക്കുറിച്ചും മോശമായ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല, എന്ന് തൊട്ട് സംസാരിക്കുന്നില്ല. ഞാൻ പക്വമായിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള ഒരു വാക്കുകൾ മാത്രമേ എന്നിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. വളരെ പക്വതയോടുകൂടി മാത്രമേ ഞാൻ ഈ കാര്യങ്ങളെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ഉയർച്ചയ്ക്കും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ ടിപ്പുകളായിട്ട് നമുക്ക് പോകാം. നമ്മുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി നമ്മുടെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യം എന്താണ്? എൻ്റെ മനസ്സിലെ ചിന്തകളും വാക്കുകളും സാഹചര്യത്തിനും ഒരു കാലത്തും അടിമപ്പെട്ട് പോകുന്നില്ല. എത്ര കത്തിയെരിയുന്ന സാഹചര്യം എനിക്ക് ചുറ്റിലും ഉണ്ടായാലും, അത് മറ്റുള്ളവരിൽ നിന്ന് ശകാരങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗോസിപ്പുകളോ എന്ത് കേട്ടാലും എന്നിൽ നിന്ന് അതിൽ നിന്നൊന്നും ഒരു പ്രതികരണവും എന്നിൽ ഉണ്ടാകുന്നില്ല. വളരെ ശാന്തതയോടുകൂടെ, വളരെ പക്വതയോടുകൂടെ, വളരെ കുറഞ്ഞ വാക്കുകൾ മാത്രമേ അതിന് പ്രതികരണമായി ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ എന്താണ്, മറ്റാളുകളെ കുറിച്ച് അപവാദങ്ങൾ പറയുന്നതോ അല്ലെങ്കിൽ മറ്റു ഗോസിപ്പുകൾ പറയുന്നതോ എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുപോലെ മറ്റാളുകൾ നമ്മളോട് മറ്റു ഗോസിപ്പുകളോ അപവാദങ്ങളോ വന്ന് പറയുന്നത് കേൾക്കുന്നത് രസകരമായി ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിവായി പോകും. ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ അനുവർത്തിച്ച് പോരുകയാണെങ്കിൽ പിന്നെ അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാൻ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് മനസ്സിലെ ചിന്തകളും വാക്കുകളും പ്രവൃത്തിയും ഇതിൽ നിന്ന് ഉണ്ടാകുന്നില്ല. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. നമുക്ക് ഈ ഒരു ഒറ്റ മന്ത്രത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അടുത്ത കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ, താങ്ക് യു.